ഇന്നത്തെ സ്പെഷ്യൽ പൈനാപ്പിൾ മധുരക്കറി. ഇതിനായി ഒരു പൈനാപ്പിൾ ഞാനിവിടെ എടുത്തു വെച്ചു. ഒരു ഏത്തപ്പഴം ആവശ്യമാണ്. 1 കപ്പ് തേങ്ങ. ഈ തേങ്ങ വറുത്തെടുക്കണം. പൈനാപ്പിൾ തൊലി ചെത്തി കഷ്ണിച്ച് തരിതരിപ്പായി ഒന്ന് ചതച്ചെടുക്കണം. ഏത്തപ്പഴം കഷ്ണിച്ച് വേവിച്ചെടുക്കണം. പൈനാപ്പിൾ മധുരക്കറി തയ്യാറാക്കാം. ഓക്കെ. ഏത്തപ്പഴം തൊലി പൊളിച്ച് കഷ്ണിച്ച് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടുപ്പേ വെച്ചു. ഇത് വേകട്ടെ. പൈനാപ്പിൾ കഷ്ണിച്ചെടുത്ത് വെച്ചു. ഇത് ഒന്ന് ചതച്ച് കൊണ്ടുവരാം. അരഞ്ഞു പോകാതെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി. അപ്പം ഏത്തപ്പഴം വേകട്ടെ. നമുക്ക് മൂടി വയ്ക്കാം. ഏത്തപ്പഴം വെന്തു. ഇനി പൈനാപ്പിൾ ചതച്ച് വെച്ച് ഇതങ്ങോട്ടിടാം. ഇതെല്ലാം കൂടെ ഒന്ന് വേകട്ടെ. ഏത്തപ്പഴം പൈനാപ്പിൾ തിളയ്ക്കാൻ തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, എരിവിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ 2 സ്പൂൺ ഇട്ടു. അപ്പം എല്ലാം കൂടി ഒന്ന് ഇളക്കാം. ഇത് തിളച്ച് വറ്റണം. ഒന്ന് തിളച്ച് കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര. ഞാനിവിടെ കരിപ്പെട്ടിയാണ് ഇടുന്നത്. ശർക്കരയ്ക്ക് പകരം കരിപ്പെട്ടിയാണ് ചേർക്കുന്നത്. അപ്പോൾ അതൊന്ന് തിളയ്ക്കട്ടെ. പൈനാപ്പിൾ തിളയ്ക്കാൻ തുടങ്ങി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി കരിപ്പെട്ടി ഇടാം. മധുരത്തിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ 4 കഷ്ണം ഈ വലുപ്പമുള്ള കഷ്ണം കരിപ്പെട്ടി ഇടുക. ഇതിനി അലുത്ത് വെള്ളം വറ്റി വരട്ടെ. ഓക്കെ. പൈനാപ്പിൾ കൂട്ടിവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. കരിപ്പെട്ടിയൊക്കെ അലിഞ്ഞു. ഇപ്പം കണ്ടോ, വെള്ളം പോലെ ഇരിക്കുന്നത്. ഇനി വെള്ളം വറ്റി വരണം. ആ വറ്റുന്ന സമയം കൊണ്ട് തേങ്ങ വറുത്തെടുക്കാം. ഓക്കെ, അതവിടെ വറ്റട്ടെ. പൈനാപ്പിളിൻ്റെ വെള്ളമൊക്കെ പകുതി വറ്റി, കഷ്ണമൊക്കെ ഉടഞ്ഞ് ശരിക്ക് വരുന്നുണ്ട്. ഏത്തയ്ക്ക മുഴുവൻ ഉടഞ്ഞ്. ഇനി കുറച്ചുകൂടെ വെള്ളം വറ്റാനുണ്ട്. വറ്റട്ടെ. പൈനാപ്പിൾ മധുരക്കറിക്കുള്ള തേങ്ങ ഇവിടെ മൂത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടെ മൂക്കണം. പൈനാപ്പിളിവിടെ വെള്ളമൊക്കെ വറ്റി നല്ല കട്ടിയിലായി. ഇത് തണുക്കുമ്പം കുറച്ചുകൂടെ കട്ടിയാവും. തേങ്ങ കുറച്ചുകൂടെ മൂക്കട്ടെ. തേങ്ങ ചുവക്കാൻ തുടങ്ങി. ഇനി മതി. ഇത് തീയലിന് മൂക്കുന്ന പോലെ മൂക്കണ്ട. ആ തേങ്ങാപ്പാലൊക്കെ ഒന്ന് പറ്റി ഒന്ന് ഡ്രൈ ആയാൽ മതി. അപ്പോൾ നമുക്കിനി മധുരക്കറിക്കകത്തേക്ക് ഇടാം. തേങ്ങ ഇട്ട് യോജിപ്പിക്കാം. തേങ്ങ വറുത്ത് ഇട്ട് ഇതെല്ലാം കൂടെ യോജിപ്പിക്കാം. ഇനി കടുക് താളിച്ചൊഴിക്കണം. വെളിച്ചെണ്ണയിൽ കടുക് താളിച്ചൊഴിക്കണം. ഉണക്കമുന്തിരി കുറച്ച് വറുത്തും കൂടി ഇടാം. സാധാരണ എല്ലാവരും പച്ച മുന്തിരിങ്ങയാണ് ഇടുന്നത്. ഞാനിവിടെ ഉണക്കമുന്തിരി ഇടുന്നത്. പച്ച മുന്തിരിങ്ങ ഇട്ടാൽ കറി പെട്ടെന്ന് കേടായിപ്പോവും. ഇത് 2 ആഴ്ച വരെയും വെളിയിലിരുന്നാലും ഒരു കുഴപ്പവും വരികയില്ല. സൂപ്പർ ടേസ്റ്റായ സദ്യ സ്പെഷ്യൽ
പൈനാപ്പിൾ കറി ഇവിടെ റെഡിയായി. ഇനി കടുകും കൂടെ താളിച്ച് ഒഴിക്കാം. ഓക്കെ. വെളിച്ചെണ്ണയിൽ കുറച്ച് ഉണക്കമുന്തിരി, കുരുവില്ലാത്ത കിസ്മിസ് വറുത്തിടാം. നമുക്ക് മധുരക്കറിക്കകത്തേക്ക് ഇടാം. ഇനി ആ എണ്ണയിൽ തന്നെ കടുക് പൊട്ടിച്ച് ഒഴിക്കാം. മൂന്ന് വറ്റൽമുളക് ഇടാം. കുറച്ച് കറിവേപ്പില. പിന്നെ കടുക് താളിച്ചും ഒഴിച്ചു. നമ്മുടെ സദ്യവട്ടം പൈനാപ്പിൾ കറി ഇവിടെ റെഡിയായി. സദ്യവട്ടം പൈനാപ്പിൾ കറി ഞാനിവിടെ സെർവ് ചെയ്തു. തണുത്ത് കഴിഞ്ഞപ്പോൾ നല്ല കട്ടിയായിട്ടായിരിക്കുന്നത് കണ്ടോ. ഉഗ്രൻ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്യൂ. ഓക്കെ ബൈ. അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.